എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരെയും ഞാൻ എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടും അതുപോലെ തന്നെ അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി, അതായത് ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഇപ്പോഴാണ് അവർ നിൽക്കുന്നതെങ്കിൽ അതൊരു ഫാമിലി ആവാം, ഒരു സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെ ആവാം അവർ താമസിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു ഹാപ്പി ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു വ്യക്തിക്ക്, ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയുള്ള റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ ടാറോട്ട് റീഡിങ്ങിനെ ഒരു നിർദ്ദേശമായിട്ട് മാത്രം കാണുക. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും കാണാവുന്നതാണ്. ഇത് എപ്പോഴും കാണുന്നതാണ്, അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആവുന്നതാണ്. ഇതിന് ഇന്ന സമയപരിധിയൊന്നുമില്ല. പിന്നെ ആർക്കെങ്കിലും, അതായത് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ക്രിസ്റ്റൽസുകളൊക്കെ ആവശ്യമാണെങ്കിൽ പൂജിച്ചുള്ള ക്രിസ്റ്റൽസുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയുള്ള ക്രിസ്റ്റലുകൾ, എല്ലാത്തരം ക്രിസ്റ്റലുകളും അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ നാളും ബർത്ത്ഡേയും കൂടെ അയയ്ക്കുക. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അനുയോജ്യകരമായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഇൻഡെപ്തായിട്ട് ഇതിലൂടെ അറിയാൻ പറ്റില്ല കാര്യങ്ങൾ, ആർക്കെങ്കിലും ഇൻഡെപ്തായിട്ട് കാര്യങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പലരും വിളിക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമുക്ക് കോള് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. തീർച്ചയായിട്ടും ഞാൻ പിന്നെ കഴിവതും എടുക്കാറുണ്ട് കോള്, പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ മെസ്സേജ് അയക്കുക, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മതിയാവും. ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും, അതിൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അതുപോലെ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇപ്പോൾ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ റെസൊണേറ്റ് ആവുന്നതാണ്. അതുപോലെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയോടുമുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ആണ്. ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ ആ ഒരു വ്യക്തി ഹാപ്പിയാണോ എന്നും കൂടെ നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കാൻ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പം എല്ലാവരും മനസ്സിൽ വിചാരിച്ചെന്ന് കരുതുന്നു, അതായത് പേഴ്സണെ വ്യക്തമായിട്ട് മനസ്സിൽ ആലോചിച്ചെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് റീഡിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രെഡ് ഇതാക്കിയാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ സ്പ്രെഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ മറ്റൊരു ബന്ധത്തിലേക്ക് പോയൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. അവർ വെറുതെ പോയതല്ല കേട്ടോ. തീർച്ചയായിട്ടും അവർ മാത്രമായിട്ട് വോളണ്ടറിലി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് സ്വമേധയായിട്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി അല്ല കാണുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്താണ് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയതായിട്ട് കാണുന്നത്. ആ ഒരു വ്യക്തി, ഇവിടെ ഒരു 5 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ചതിപ്രയോഗത്തിലൂടെയാണ്. അതുപോലെ ഇവിടെ ഒരു ഡബിൾ കാർഡും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചതി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. അപ്പം ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ബന്ധം ഏകദേശം എൻഡ് ആവുന്നതായിട്ടാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പ്രെഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ കടുത്ത രീതിയിലുള്ള മാനസിക വേദനയിലൂടെയും ആന്തരിക സംഘർഷങ്ങളിലൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ഉടനെ തന്നെ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ അവർ താല്പര്യപ്പെടുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്താണ് നിങ്ങളുടെ വ്യക്തിയെ കൈക്കലാക്കിയതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു ബന്ധത്തിൽ അവർ ഒരുപാട് തകർന്നു പോയതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ, അത് നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ ലവറാകാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരുമാവാം, അവർ ഭയങ്കര ഒബ്സഷനായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ അവർ ഒരു സെക്ഷുവലായിട്ടുള്ളൊരു ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു ആസക്തി തോന്നി, അല്ലെങ്കിൽ എന്തിനോടോ ഒരു ഭ്രമത്തോടു കൂടിയാണ് ആ ഒരു ബന്ധത്തിലേക്ക് പോയത്. പക്ഷെ അവർ വിചാരിച്ച പോലെയുള്ളൊരു സുഖവും സമാധാനവും ഒന്നും ആ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൽ
തീർച്ചയായിട്ടും ഇവർക്ക് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. തുടക്ക സമയത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു വ്യക്തിയാണിത്. ഒരുപാട് വിഷമിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ട്, അവർ തന്നെ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിച്ചതിനുള്ള ഒരു കർമ്മ തിരിച്ചടിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യം ഒരു തന്ത്രശാലിയായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അവർ പോയത്. അതായത് അവർ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമാകാം, അതുപോലെ തന്നെ കുടുംബവുമാവാം. തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയുമായിട്ട് വന്ന് നിൽക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഇടയിൽ മറ്റൊരു മുതിർന്ന സ്ത്രീയും ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു വേറെ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. അവരുടെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കുന്നത് കുടുംബത്തിൻ്റെ ഇതും വരുന്നുണ്ട്. തേർഡ് പാർട്ടിയായിട്ട് കുറേ പേരുടെ ഒരു എനർജി എടുക്കുമ്പോൾ ആ ഒരു ബന്ധത്തിൽ അവരൊട്ട് ഹാപ്പി അല്ല എന്നാണ് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും നിങ്ങളിൽ നിന്നകന്ന് അവർ ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളുടെ വ്യക്തി ആ ഒരു ബന്ധത്തിൽ അവരൊട്ട് ഹാപ്പിയല്ല. അവരവിടെ ആകെ അവർക്കൊരു മനസമാധാനം ആ ഒരു ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. കാര്യം അവർക്കവിടെ ഒരു ബാക്ക് സ്റ്റാബിങ്, ഒരു പിന്നിൽ നിന്ന് കുത്തുന്നതായിട്ടും അവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, അവരൊരു അകപ്പെട്ടിരിക്കുന്ന ഒരു കുടുക്കിലാണെന്ന് അവർ സ്വയം തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഓരോ നിമിഷവും എങ്ങനെയെങ്കിലും, അതായത് ഓരോ നിമിഷവും അവർക്ക് ഓരോ വർഷങ്ങളായിട്ട് തോന്നുന്നു. കാര്യം അത്രയും അധികം മാനസിക വേദന ആ ഒരു വ്യക്തി ആ ഒരു നിലവിലത്തെ ബന്ധത്തിൽ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ഒരു നല്ലൊരു വ്യക്തിത്വത്തെ കളഞ്ഞുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ പുറകെ പോയത്. തേർഡ് പാർട്ടിയുടെ പഞ്ചാര വർത്തമാനങ്ങളിലും തേർഡ് പാർട്ടിയുടെ ആ ഒരു ആകാര വടിവിലും അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലുമൊക്കെ ഇവർ വീണുപോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറുമൊരു ഭ്രമം മാത്രമായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ അവരിൽ ഉടലെടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഇപ്പം തിരിച്ചറിഞ്ഞു, തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം അവരിപ്പോൾ തിരിച്ചറിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവർക്കൊരു മനസമാധാനമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവരുടെ ജീവൻ തന്നെ അവർ വേണമെങ്കിൽ ഇല്ലാതാക്കും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മറികടക്കാനുള്ള വഴികളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അവർ. അതുപോലെ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് 6 ഓഫ് വാൻഡ്സ്. തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു വിഷലിപ്ത ബന്ധമാണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ ഒരു ചതിപ്രയോഗത്തിൽ അല്ലെങ്കിൽ ഒരു മോഹവലയത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തിയെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ ഒരു ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർ പറയും റെപ്പറ്റീഷനാണെന്ന് പറയും. അവർക്ക് ഒരിക്കലും ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രത്തോളം അവർ മാനസികമായിട്ട് തകർന്നു പോയതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരുടെ ജീവിതത്തിൽ അവർ പോലും ചിന്തിച്ചില്ല ഇത്രയധികം ഒരു പ്രശ്നം വരുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. കാര്യം ഈ ഒരു വ്യക്തി അടുത്ത മാനസികാഘാതത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം പ്രശ്നങ്ങളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരിനി അനുഭവിക്കാനായിട്ടൊന്നുമില്ല ആ ഒരു ബന്ധത്തിൽ നിന്ന്. അതായത് ഒരു മുൾക്കിരീടം എടുത്ത് തലയിൽ വെച്ച യേശു ക്രിസ്തുവിനെ പോലെ, അതായത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. കാര്യം ഈ ഒരു തേർഡ് പാർട്ടി ഒരു കൊടും വിഷമാണെന്ന് അവർ തിരിച്ചറിയാനായിട്ട് ഒരു വൈകിയതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവർക്ക് അവരുടെ നിലമറന്ന് പോലും പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ഒരു ബന്ധത്തിൽ. അവരുടെ വ്യക്തിത്വം മറന്ന് അവർക്കതിനെ ഒരു ബർഡനായിട്ടാണ് തോന്നുന്നത്. ഒരു അനാവശ്യം ഭാര ചുമക്കുന്ന പോലെയാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവർക്കിപ്പോൾ തോന്നുന്നത്. കാര്യം തേർഡ് പാർട്ടിക്ക് മക്കളുണ്ടാവാം, ആ മക്കളുടെ കാര്യം നോക്കുക, അവർക്ക് വേണ്ടി പൈസ കൊടുക്കുക, വല്ലവർക്കും ജനിപ്പിച്ച മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തുക, അവരുടെ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി അവരുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചെടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടാണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും അതൊക്കെ ഗതികെട്ടതൊക്കെ സമ്മതിച്ചു. ഇപ്പം നിങ്ങളുടെ വ്യക്തിക്കൊന്നുമില്ല. നിങ്ങളുടെ വ്യക്തിയുടെ സകലത ഇവർ ഊറ്റിയെടുത്തു, ചോരയും നീരും ഒക്കെ ഊറ്റിയെടുത്തു, അതുപോലെ തന്നെ സമ്പത്ത് ഊറ്റിയെടുത്തു. ഒരു സമാധാനവും ഇല്ല അവർക്കിപ്പോൾ ഒന്നുമില്ലാതായപ്പോൾ തേർഡ് പാർട്ടിക്ക് അവരെ വേണ്ട. പിന്നെ ആർക്കും ഒരു പ്രതീക്ഷ അവർക്ക് ജീവിതത്തെ പറ്റിയില്ല. ഈ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തി ആരായാലും, ഒരു ലവറായാലും പാർട്ട്ണറായാലും ഹസ്ബൻഡായാലും വൈഫായാലും, അവർക്ക് ജീവിതത്തെ പറ്റി ഒരു ഇനി ഒരു ഹോപ്പില്ല, ഒരു പ്രതീക്ഷയും അവർക്കില്ല. കാര്യം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്.
അപ്പോൾ ആകെ ഒരു പ്രതീക്ഷ അവർക്ക് ഈ ഒരു ബന്ധത്തിൽ അവർക്കൊരു ഹോപ്പില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർക്ക് ഇനി പേടിയാണ്. കാര്യം തേർഡ് പാർട്ടി വരെ വേണമെങ്കിൽ ഇല്ലാതാക്കി കളയും, കൊന്നുകളയാനും മടിക്കാത്ത ഒരു തേർഡ് പാർട്ടി. ഇച്ചിരി കഠിന സിറ്റുവേഷൻ കണ്ട 4 of Swords 5 of Swords കൂടെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ് എനർജി തന്നെയാണത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാനും മടിക്കാത്ത, ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു തേർഡ് പാർട്ടി തകർക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമാണ്. കണ്ട അവർക്ക് ഇവിടെ നല്ലൊരു കുടുംബജീവിതമായിരുന്നു, നിങ്ങളുടെ നല്ലൊരു സമാധാനപരം. നിങ്ങൾ തന്നെ ഓർക്കും ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ കുടുംബജീവിതത്തിൽ. കാര്യം ഞാൻ നല്ല രീതിയിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ജോലിയുണ്ട്, രണ്ടുപേർക്കും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബന്ധം. പക്ഷെ പെട്ടെന്ന് ഒരു വ്യക്തി നുഴഞ്ഞു കയറി വന്ന് പിന്നെ ആ ഒരു വ്യക്തി, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ ലവറാവാം, ആരുമാവാം, പിന്നെ ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് അടുപ്പത്തിലായി. അതൊരു പുരുഷനാവാം, സ്ത്രീയാകാം. പിന്നെ നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി, നിങ്ങൾ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിന് ഒരു ഇടം കൊടുത്തു, അത് പക്ഷേ നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കുത്തി. അല്ലെങ്കിൽ പാമ്പിന് പാല് കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. കാര്യം ആ ഒരു വ്യക്തി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചതിക്കുകയായിരുന്നു എന്ന് അവർ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയും നാളും അവരുടെ വഞ്ചനയിൽ പെട്ടി കിടക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ചെയ്ത് അവരെ ഒന്നും മിണ്ടാതാക്കിയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളൊന്നും ഓർക്കുക, ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഒന്നും എന്നും നീണ്ടു നിൽക്കുകയൊന്നുമില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പം, അതായത് ഇങ്ങനെയുള്ള വിഷലിപ്ത ബന്ധങ്ങളൊന്നും അധികം നാൾ നീണ്ടു നിൽക്കില്ല. കാര്യം ഒരു ചതിപ്രയോഗത്തിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സൊന്നും കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല. നമുക്ക് ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ക്രിസ്റ്റലുകളൊക്കെ ഉപയോഗിച്ച്. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വഭാവവും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയാക്കി ഒരു അടിമയാക്കി ഇടാനൊന്നും ആർക്കും പറ്റില്ല. അത്രത്തോളം ഉള്ളൊരു നെഗറ്റീവ് എനർജി വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് പറ്റുമെങ്കിൽ പോലും ഒരുപാട് നാളൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഇവർ വിചാരിച്ച ഇവർ വെറുതെ പട്ടിയെ പോലെ ഇവരുടെ അടിയിൽ കിടന്നുള്ളൂ. അതായത് എന്ത് പറയുന്നത് കേട്ട് കുറച്ച് വറ്റെന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ എന്ന രീതിയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇത്രയും കാലം നിങ്ങളുടെ വ്യക്തിയെ അത്രയും ക്രൂശിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഇവരൊന്നും തിരിഞ്ഞൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇപ്പോഴും ഇവർക്ക് ഭയമാണ്, തേർഡ് പാർട്ടിയെ പേടിയാണ് ഇവർക്ക്. അതായത് തേർഡ് പാർട്ടി ഒരു അടിമയാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണെ. അതായത് എന്ത് ചെയ്യാൻ കഴിവുള്ള, അതായത് വെറും ഒരു പാവ, അവരുടെ ശാരീരിക സുഖത്തിനും അവരുടെ മാനസിക സുഖത്തിനും അവരെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പണത്തിനും. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവരുടെ ചോരയും നീരുമൊക്കെ പറ്റി. അപ്പോൾ അതിനുശേഷം അവരെ വേണ്ട, അവർക്ക് പൈസയൊക്കെ കിട്ടി, അവരിൽ നിന്ന് എല്ലാം നേടിയെടുത്തു. ഇപ്പം ഇനി അവരെ വെറും കറിവേപ്പിലയാക്കി. അപ്പോൾ എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധം എൻ്റെ ആക്കാനാണ് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നത്. കാര്യം ഇനി നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്കറിയാം അവരുടെ ജീവന് വരെ ആപത്താണ്. അവർക്കിപ്പം വേണ്ടതൊരു മനസമാധാനമാണ്. അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന വ്യക്തി നിങ്ങളാണെന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ടുള്ള എത്ര പിണക്കങ്ങളുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഒന്ന് ബെഗ് ചെയ്യുന്ന പോലെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി യാചിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായത്താൽ, അതായത് കുടുംബത്തിൻ്റെയോ മറ്റേ വ്യക്തികളുടെയൊക്കെയോ നിങ്ങളുമായിട്ട് അറിയാവുന്ന കോമൺ ഫ്രണ്ട്സിൻ്റെയോ രണ്ടുപേർക്കും അറിയാവുന്ന കോമൺ ഫ്രണ്ട്സ് മുഖാന്തരമൊക്കെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 6 of Swords, ഒരു ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ഒരു ലോജിക്കൽ ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു 6 of Wands വന്നിട്ടുണ്ട്. ഒരു 1 monthനുള്ളിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആണെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മനസ്സിലാകുന്ന ഒരു ടെമ്പറൻസ് കാർഡിൻ്റെ അടിയിലാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത്. ഇപ്പോഴവരൊരു മോഹവലയത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇത്രയും കാലം നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഇനി അവർക്ക് അങ്ങനെ മോഹവലയത്തിൽ നിന്നൊക്കെ അവർ ചാടിക്കടന്നു. കാര്യം ഒരു വിഷലിപ്ത ബന്ധമാണെന്ന് ഇവർ മനസ്സിലാക്കി. തേർഡ് പാർട്ടിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ ഇമ്മോറലായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നും അവർക്ക് പല ചതിപ്രയോഗങ്ങളുണ്ടെന്നും അവർ കാശിന് വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിന്നതെന്നും ഒക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം അവരുടെ കാര്യം നടത്താനും അവരുടെ കൊച്ചുങ്ങളുടെ കാര്യം നടത്താനും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ കാര്യം നടത്താനും ഒക്കെ വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കാശും നിങ്ങളുടെ വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിയെ യൂസ് ചെയ്യുമായിരുന്നെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ചെയ്യുമായിരുന്നെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കാര്യം നിങ്ങളുടെ വ്യക്തി ഇത്രയും നാൾ ഒരു വിഷലിപ്ത ബന്ധത്തിലായിരുന്നു, ഒരു ടോക്സിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ട്രാപ്പിൽപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കണ്ണൊക്കെ മൂടിക്കെട്ടി ഒരു ഒബ്സഷനായിരുന്നു. ഇവരാണ് ലോകം എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. ഇവർക്കപ്പുറം ഒരു ലോകം ഇല്ലെന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചത്. കാര്യം അങ്ങനെ ആക്കി വെച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്ത്, അങ്ങനെ കൂടോത്രമൊക്കെ ചെയ്ത് ഭക്ഷണത്തിലും അതുപോലെ ചരടുകളാൽ ഇവരെ ബന്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും അധികം നാൾ നീണ്ടു നിൽക്കില്ലെന്ന്
ഈ ഒരു തേർഡ് പാർട്ടി ഇറങ്ങിയിരുന്നില്ല. ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഭയങ്കര പേടിയാണ്. അവർ ഭയക്കുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടിയെ. നല്ല രീതിയിൽ അവർ ഭയക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി എന്ത് ചെയ്യാനും മടിക്കാത്ത ആളാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് അവിടെ എന്ത് വന്നാലും, നിങ്ങളുടെ വ്യക്തി എന്ത് പ്രത്യാഘാതം വന്നാലും, എന്ത് കോൺസിക്വൻസ് വന്നാലും അതിനെയൊക്കെ മറികടന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഫുൾ കാർഡ് സൂചിപ്പിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധം വളരെ പെട്ടെന്ന് തകർന്നടിയുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയായിട്ടുള്ള ബന്ധം, അതായത് ഒരു മൂന്നാമത്തെ വ്യക്തിയുടെ സഹായത്താൽ, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങളുടെ ബന്ധത്തിലുള്ളെന്ന് അവർ കരുതുന്നുണ്ട്. കാര്യം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി മഹാമാന്യനാണ് ഈ ഒരു വ്യക്തി. അത് വൈഫാവാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ ലവറാവാം, ആരുമാവാം, ഏത് ജെൻഡറിൽപ്പെട്ട ആളും ആവാം. അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറ്റബോധത്തോടു കൂടിയാണ്, ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇനി അവർ ഏത് വിധേനയും നിങ്ങളിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഈ ഒരു 6 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത്. കാര്യം കാര്യങ്ങളൊരു സമാധാനത്തിൻ്റെ തീരത്തേക്ക് അടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇത്രയും നാളും അവരുടെ ഒരു മുൻവിധി മുൻധാരണകൾ കൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വന്നെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ഇത്രയും നാളും അറിയില്ലായിരുന്നു കാര്യം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇനി ഇങ്ങോട്ട് പോകാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. കാര്യം അവരവരുടെ വികാരങ്ങളെയൊക്കെ അടിച്ചമർത്തി വെച്ചിരിക്കുമായിരുന്നു ഇത്രയും നാളും. ഇപ്പോൾ അവർക്കൊരു ചിന്താശേഷി വികസിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു ചിന്തയിലേക്ക് എത്താൻ, കാര്യം ആശയക്കുഴപ്പങ്ങൾ മാറി ജീവിതത്തിൽ ഒരു തെളിച്ചം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അവർ ഇത്രയും കാലം. പക്ഷേ ഇപ്പോഴവർക്ക് ആശയക്കുഴപ്പങ്ങളൊക്കെ മാറുന്നുണ്ട്. കാര്യങ്ങൾ പുതിയ രീതിയിൽ കാണാൻ പ്രാപ്തനാകുന്ന ഒരു വ്യക്തിയാണ് കാർഡുകളിലുടനീളം എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങളെ കാണാൻ, അതായത് അറിവ് വേഴ്സസ് ജ്ഞാനം എന്ന് പറയുമല്ലോ. ഇത്രയും നാൾ ഈ ഒരു വ്യക്തി പുസ്തകത്തിൽ നിന്ന് ഒരുപാട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി ആരായാലും. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ കബളിപ്പിച്ചെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അപാരം തന്നെ. അത്രയും മിടുക്കുള്ളൊരു തേർഡ് പാർട്ടിയാണ്. പക്ഷേ അറിവിനേക്കാളും അവർ ഒരുപാട് ജ്ഞാനം ഇപ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഒരുപാട് പഠിച്ചു. പുസ്തകത്തിൽ നിന്ന് പഠിച്ചതിനേക്കാൾ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു. അവർ സ്വയം നിർമ്മിച്ച പരിമിതികളിൽ നിന്നും ചിന്താഗതിയിൽ നിന്നും പുറത്തു വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും നാളും അവരൊരു മതിൽക്കെട്ടിനുള്ളിലായിരുന്നു. തീർച്ചയായിട്ടും ഒരു മതിൽക്കെട്ടി അതിനുള്ളിൽ തളച്ചിടപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് ഇപ്പം. കാര്യം അവർക്ക് ജീവിക്കണം മുന്നോട്ട്, അതിന് നിങ്ങളെ അവർക്ക് കൂടിയേ തീരുമെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം അവർ നിങ്ങളെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതൊക്കെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിലേക്ക് വരാവുന്ന ആ ഒരു വ്യക്തി തയ്യാറെടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ട് നല്ല രീതിയിലൊരു കുടുംബം, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്ന് കടുത്ത മാനസിക സമ്മർദ്ദമാണ് അവരെ അലട്ടുന്നത് കേട്ടോ. കാര്യം അവരുടെ അവസ്ഥ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പം നിങ്ങളും അവർ തമ്മിൽ ഒരുപാട് നാളായിട്ട് പിരിഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷേ എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം, ആ ഒരു വ്യക്തിയെ നിങ്ങളിപ്പോൾ കാണും. ഇപ്പം അവർക്ക് എന്താണെന്നറിയാമോ, അവരെ അലട്ടുന്ന മറ്റൊരു കാര്യം, നിങ്ങളുമായിട്ട് ഇത് വർഷങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആയതായിരിക്കും. അതായത് നിങ്ങളെ വിവരങ്ങളൊന്നും അവരറിയുന്നില്ല, അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർ ചിന്തിക്കുന്നത് ഇനി നിങ്ങൾ അവരെ സ്വീകരിക്കുമെന്നൊക്കെയാണ്. അവർക്ക് പേടിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളവരെ റിജക്ഷൻ ഉണ്ടാകുമോ, നിങ്ങളിനി അവരെ കളയുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു പേടിയൊക്കെ ഇവർക്കുണ്ട്. തീർച്ചയായിട്ടും വളരെ ആ ഒരു വ്യക്തി ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് തെറ്റുപറ്റിയെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരായിരുന്നു തെറ്റ് ചെയ്തതെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പശ്ചാത്താപമാണല്ലോ ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ പോലെ പശ്ചാത്തപിക്കുന്നുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. നമ്മുടെ മഗ്ദലന മറിയത്തിനകത്ത് പറയുന്ന പോലെ പശ്ചാത്താപത്തേക്കാൾ വലിയൊരു പ്രായശ്ചിത്തമില്ല. അവർ പശ്ചാത്തപിക്കുന്നുണ്ട് അവർ ചെയ്തതോർത്ത്. റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് കുറച്ചും കൂടെ അടുത്ത് നിങ്ങളുടെ ബന്ധത്തിന് കുറച്ചും കൂടെ ഒരു ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി ഈ ഒരു വ്യക്തിക്ക്. അല്ലെങ്കിൽ തുറന്ന മനസ്സോടുകൂടി നിങ്ങളോട് ഇടപെടാൻ അവർ ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം അവർ നിങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ കെട്ടി സ്വയം അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ജീവിതം ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മതിൽ കടന്ന് പുറത്തേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് പങ്കിടുന്നു അത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് പ്രകൃതി നിയമം തന്നെ. അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഒരു തുല്യ പങ്കാളിത്തമാണ്. ഏത് വിവാഹം, ഏത് ജീവിതം എന്നല്ല, ഏത് ബന്ധമായാലും ഒരു തുല്യ പങ്കാളിത്തമാണ്.
ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇല്ലാതെ ഒരു കാര്യത്തിലും എന്താണ് ഒരു നീക്കുപോക്കുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള അത്രയധികം ഒരു ഫീലിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു ആശയവിനിമയത്തിന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡുകളിൽ നിന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും ഒരു 3 വീക്സിനുള്ളിൽ ഒരു ആശയവിനിമയം നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവരിൽ നിന്നൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം അവർ അത്രയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട്. അവരിപ്പം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്നുണ്ട്. നിങ്ങളെന്ന ഒരു മാണിക്യത്തെ ഉപേക്ഷിച്ചിട്ടാണ് അവരൊരു കരിക്കട്ടയുടെ പുറകെ പോയത്. അപ്പോൾ അവർ അത്രയധികം വേദനിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. ഞാനതൊരു ഉപമ പോലെ പറഞ്ഞെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ്. നിങ്ങളോടുള്ള സ്നേഹത്താൽ ആ ഒരു വ്യക്തിയുടെ ഹൃദയം കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും. അത് വളരെ മനോഹരമായ കാർഡാണ്. അതായത് ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു മാറ്റത്തിൻ്റെ കാർഡാണ് തീർച്ചയായിട്ടും 6 ഓഫ് സോർഡ് എന്ന് പറഞ്ഞത്. ഇതൊരു പ്രകടമായ സൂചന നൽകുന്നതാണ്. അവരുടെ ആത്മാവ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം ഉള്ളൊരു ജീവിതമാണ്. അതായത് അവർക്ക് നിങ്ങളോടൊപ്പം അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഴയതിനെ മാറ്റി പുതിയതിനെ സ്വീകരിക്കാനായിട്ട്, പഴയ രീതികളും ചിന്താഗതികളും ഒക്കെ മാറ്റി ഒരു പുതിയ കൺവെൻഷണൽ മോഡ് ഓഫ് തിങ്കിങ് ഒക്കെ മാറ്റി തീർച്ചയായിട്ടും അവർ ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. അതാണ് കേട്ടോ ഞാൻ അതിന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, നിങ്ങളിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ കാർഡ് റീഡിങ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം അവർ ചതിക്ക് വരുന്നവരെ തേർഡ് പാർട്ടി, അതാണ് അവർക്ക് പേടിയാണ്. തേർഡ് പാർട്ടി അവർക്ക് പേടിയുമാണ് കേട്ടോ തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടിയെ പേടിയുണ്ട്. പക്ഷേ ആ പേടിയൊക്കെ മറികടന്നവർ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവന് വരെ ആപത്താണ്. കാര്യം അവരെ എല്ലാം അടിച്ചെടുത്തു തേർഡ് പാർട്ടി. അവിടെ ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ഐക്യവും ഇല്ല, അവരെന്നും തമ്മിൽ വഴക്കാണ് അവർ തമ്മിൽ എന്തും. നിറകണ്ണുകളോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പി യാചിച്ച് നിൽക്കുന്ന വ്യക്തി. എനിക്ക് നിന്നെ വേണം, തിരിച്ചെന്നെ എടുക്കുമോ, തിരിച്ചെന്നെ സ്വീകരിക്കുമോ എന്ന് നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പി യാചിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതാണ് റീഡിങ്. അപ്പം എൻ്റെ റീഡിങ്ങൊക്കെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ ചെറിയ തരത്തിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ എല്ലാം കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാരും മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വേണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. സെൽഫ് ലവ് ചെയ്താൽ മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിൽ മാറ്റം വന്ന ഏത് വ്യക്തിയാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തോളൂ. അപ്പോഴാണ് തീർച്ചയായിട്ടും ജീവിതത്തിന് എല്ലാ മാറ്റങ്ങളും വരുന്നത്. അപ്പം നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രത്യാശയോടെ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ. അപ്പം വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി.